എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ്. ഇപ്രാവശ്യം ഗോവയിലേക്കാണ്. നമ്മൾ ഇന്നലെ രാത്രി 12 മണിക്കാണ് ട്രെയിൻ കയറിയത്. ട്രെയിനിൽ കയറി അപ്പോൾ തന്നെ ഉറങ്ങിയിരുന്നു. ഇപ്പം 7 മണിക്കായിട്ടുണ്ട്. ഗോവയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനിലൊന്നായ മഡഗോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷന് പുറത്ത് കിടക്കണം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷന് പുറത്ത് കിടന്നു. ഒരു റെന്റ് കാർ മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗോവയിലെത്തിയ വിവരം വിളിച്ചു പറഞ്ഞപ്പോൾ കാറുമായി ഏജന്റ് എത്തി. ഡെയിലി റെന്റ് 1500 രൂപയ്ക്കാണ് കാറ് പറഞ്ഞിട്ടുള്ളത്. 3 ദിവസത്തെ വാടകയും 4500 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും കൊടുക്കണം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അവസാനം തിരിച്ചു കിട്ടുന്നതുമാണ്. ഗോവയിലെ കാവലോസി ബീച്ചിനടുത്തായിരുന്നു ഇന്നത്തെ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത്. ഹോട്ടലിലെത്തി കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. വൈകുന്നേരമായപ്പോഴാണ് യാത്ര തുടങ്ങിയത്. കാവലോസി ബീച്ചിലേക്ക് തന്നെയായിരുന്നു ആദ്യ യാത്ര. ഗൂഗിൾ ചേച്ചിയെ വഴി കാട്ടാൻ ഏർപ്പാടാക്കി. ചിലപ്പോഴൊക്കെ മാപ്പ് നമ്മുടെ വഴി തെറ്റിച്ചു കളയും. അങ്ങനെ കുറച്ചധികം തെറ്റായ വഴികളിലൂടെയുമെല്ലാം വണ്ടി ഓടിച്ച് നമ്മൾ കാവലോസി ബീച്ചിലെത്തിയപ്പോഴേക്കും രാത്രിയായി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാം. നൈറ്റ് ലൈഫ് ആസ്വദിച്ചതിനു ശേഷം സിൽവർ വേവ്സ് എന്ന ബീച്ച് ഷാക്കിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. നല്ല ഫുഡായിരുന്നു ഇവിടുത്തെ. അതിനുശേഷം അവിടുന്ന് തിരിച്ചു. കാവലോസി ബീച്ചിന് മുൻപിൽ ഇതുപോലെ കുറെ കടകളുണ്ട്. അന്നത്തെ യാത്ര അവിടെ അവസാനിച്ചു. പിന്നെ ഹോട്ടലിൽ പോയി ഉറങ്ങി. രാവിലെ തന്നെ കാവലോസി ബീച്ചിലേക്ക് വീണ്ടും വന്നു. അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിച്ച ബീച്ച് ഷാക്ക് കണ്ടു. അതിപ്പോൾ സജീവമല്ല. കുറച്ചു നേരം ബീച്ചിൽ നിന്ന ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. നമ്മൾ നേരെ പോയത് നോർത്ത് ഗോവയിലേക്കാണ്. ഗോവയിലാകെ 2 ജില്ലകളേ ഉള്ളൂ. ഒന്ന് നോർത്ത് ഗോവയും രണ്ടാമത്തേത് സൗത്ത് ഗോവയും. അതിൽ നോർത്ത് ഗോവയിലാണ് ഫ്രാൻസിസ് സേവ്യറുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇത് 10 വർഷം കൂടുമ്പോഴാണ് ജനങ്ങൾക്ക് കാണാൻ അവസരമൊരുക്കുക. ഇത് സാധാരണ 1 മാസമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇപ്രാവശ്യത്തെ തിരക്ക് പ്രമാണിച്ച് അത് 2 മാസമാക്കി. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രാൻസിസ് സേവ്യറുടെ തിരുശേഷിപ്പ് കാണാനുള്ള യാത്രക്കിടയിൽ കണ്ട ഒരു പാലമാണിത്. ഇതാണ് ന്യൂ സുവാരി ബ്രിഡ്ജ്. ഇത് തെക്കൻ ഗോവയ്ക്കും വടക്കൻ ഗോവയ്ക്കും ഇടയിലുള്ള ഒരു പാലമാണ്. ഇതിന് ഏകദേശം 640 മീറ്റർ ദൂരമുണ്ട്. ഇത് 2022 തുറന്ന ഒരു പാലമാണ്. ഇതാണ് ഇന്ത്യയിലെ കേബിളുകൾ താങ്ങി നിർത്തുന്ന ഏറ്റവും ദൂരമുള്ള 2ാമത്തെ പാലം. 1ാമത്തെ പാലം ഗുജറാത്തിലുള്ള സുദർശൻ ബ്രിഡ്ജാണ്. അതിന് ഏകദേശം 2320 മീറ്റർ നീളമുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രാൻസിസ് അസീസിയുടെ തിരുശേഷിപ്പുള്ള സ്ഥലത്തെത്തി. ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ഏകദേശം 1/2 കിലോമീറ്റർ നടക്കണം. ഇതാണ് പോകുന്ന വഴി. ഈ പള്ളിയിലാണ് തിരുശേഷിപ്പ് പ്രദർശനം നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളിലെത്തി. ഇവിടെ നിന്നും നമുക്ക് പള്ളി കാണാം. നല്ല രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ടെങ്കിലും വലിയ ബഹളമൊന്നുമില്ല. ഇനി നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയുകയില്ല. അതിനാൽ പുറത്തെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ പുറത്തെത്തി. ഇതുപോലെയുള്ള സ്റ്റാളുകൾ ഇവിടെയുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ഫ്രാൻസിസ് അസീസിയെ കാണാൻ കഴിയുക. ഇവിടെ ധാരാളം മലയാളികളെ കാണാൻ കഴിഞ്ഞിരുന്നു. ഇതാണ് പള്ളിയുടെ മുൻഭാഗം. ഇത് പുതിയ പള്ളിയാണ്.
ഇവിടെയാണ് പ്രദർശനം നടക്കുന്നതെങ്കിലും കുറച്ചകലെയുള്ള പഴയ പള്ളിയിലാണ് തിരുശരീരം പ്രദർശനത്തിനു ശേഷം സൂക്ഷിക്കുന്നത്. ഈ കാണുന്ന രഥം പോലുള്ള പ്രത്യേക വാഹനത്തിലാണ് തിരുശരീരം പഴയ പള്ളിയിലേക്ക് കൊണ്ടുപോയി സൂക്ഷിക്കുന്നത്. ഇതാണ് പള്ളിക്ക് ചുറ്റുമുള്ള കാഴ്ച. കുറച്ചുനേരം അവിടെ നിന്നതിനു ശേഷം നമ്മൾ പുറത്തു കടന്നു. ഇവിടെ കുറേയേറെ താൽക്കാലിക കടകളുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള ആഘോഷ കച്ചവടക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരും ഇവിടെ കച്ചവടം നടത്തുന്നുണ്ടാകുന്നു. ഇതാ ഹലുവ. ഇത് കോഴിക്കോടൻ ഹലുവയാണ്. ഈ വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇനിയുള്ള നമ്മുടെ യാത്ര ഓൾഡ് ഗോവ ചർച്ചിലേക്കാണ്. അതെ, നമ്മൾ ഓൾഡ് ഗോവ ചർച്ചിലേക്ക് എത്തി. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഇനി നമുക്ക് ഇതിനുള്ളിൽ വീഡിയോ എടുക്കാൻ കഴിയുകയില്ല. ഇതിനുള്ളിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. ഇതിനുള്ളിലാണ് മറ്റേ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുശേഷിപ്പ് 10 വർഷം സൂക്ഷിച്ചു വെക്കുന്നത്. നമ്മൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി. അതിനുള്ളിൽ ഒരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു. ഗോവയിലെ പല പള്ളികളിൽ നിന്ന് ലഭിച്ച രൂപങ്ങളും ചിത്രങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ പള്ളിയുടെ മുൻഭാഗം കാണാൻ ചെന്നപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ പന്തലിട്ടിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇത്രയ്ക്കുള്ളൊരു വ്യൂ മാത്രമേ അവിടെ നിന്ന് കിട്ടിയിരുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അടുത്ത എപ്പിസോഡുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.